ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ആളിക്കത്തുകയാണ് പ്രതിഷേധം. നിയമസഭയിൽ 4ാം ദിവസവും കണ്ടത് ഭരണ പ്രതിപക്ഷ പോര്. വാച്ച് ആൻഡ് വാർഡുമാരെ എമ്പാടും നിർത്തി പ്രതിരോധമൊരുക്കി സ്പീക്കർ. പക്ഷേ വാച്ച് ആൻഡ് വാർഡുമാരെ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 3 MLA-മാർക്ക് ഇന്ന് സസ്പെൻഷൻ ലഭിച്ചു. സഭയിലും തെരുവിലും പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. സഭയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇന്ന് ദേവസ്വം മന്ത്രിയും മറുപടിയുമായി എത്തി. പക്ഷേ ഒരേ നിലപാടാണ് ഉണ്ടായത്. ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും മോഷ്ടിച്ചാൽ അത് തിരിച്ചു വയ്പ്പിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി ഇന്ന് പറഞ്ഞത്. ദേവസ്വം മന്ത്രി രാജിവയ്ക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് രാജിയിലെന്ന് പ്രതിപക്ഷവും തീരുമാനിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഹോട്ട് ടീ ആൻഡ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. സഭയിൽ അടികൊണ്ട തർക്കം. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് MLA M. വിൻസെന്റ്, അതോടൊപ്പം CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്നിവർ ചേരും. ആദ്യം വിൻസെന്റിലേക്ക്. വിൻസെന്റ്, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 MLA-മാർക്ക് താങ്കൾ അടക്കം ഉള്ള ആളുകൾക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഈ അടിച്ചോ വാച്ച് ആൻഡ് വാർഡിനെ? ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ മറ്റൊരു പരിപാടിക്ക് ഉടനെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ പോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് സസ്പെൻഷൻ വാർത്ത കേട്ടപ്പോൾ വാസ്തവത്തിൽ അതിശയമാണ് തോന്നിയിട്ടുള്ളത്. ഒരു MLA-മാരെ സസ്പെൻഡ് ചെയ്യേണ്ടുന്ന യാതൊരു നടപടികളും MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറിച്ച് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങൾക്ക് നേരെ ബലപ്രയോഗം നടത്തുകയായിരുന്നു. ഇന്ന് വാതിൽ തുറന്ന ഉടനെ ആക്രമണോത്സുകരായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡാണ് ഇരച്ചു കയറിയിട്ടുള്ളത്. എന്നെ തന്നെ ഒരു 8-9 വാച്ച് ആൻഡ് വാർഡ് വളഞ്ഞു വെച്ച് എൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുകയും എനിക്ക് വട്ടം പിടിക്കുകയും എൻ്റെ കാലിൽ മറ്റ് 2 പേരുടെ കാലുകൊണ്ട് ഇറുക്കി ബലപ്രയോഗം നടത്തുകയും എല്ലാം ചെയ്തു. ഞങ്ങൾക്കും ചെറിയ പരിക്കുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വസ്തുത, സാധാരണഗതിയിൽ വാച്ച് ആൻഡ് വാർഡ് സ്പീക്കർക്ക് ഒരു പ്രതിരോധ മതിൽ പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നവർ ബലപ്രയോഗം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ നിർദ്ദേശിച്ചതനുസരിച്ച് ബാനർ പിടിച്ചു വാങ്ങാനല്ല, ബാനർ പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളയാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ബാനർ ഉയർത്തുന്നതിനൊന്നും സ്പീക്കർ ഒരു തെറ്റും പറഞ്ഞിരുന്നില്ല. ബാനർ മുകളിലേക്ക്, സ്പീക്കറുടെ മുന്നിലേക്ക് ഉയർത്തേണ്ടതില്ല, നിങ്ങൾക്ക് ആ ബാനർ മറ്റൊരു സ്ഥലത്തേക്ക് ഉയർത്താമെന്ന് തന്നെയാണ് സ്പീക്കറും പറഞ്ഞത്. ബാനർ ഉയർത്തിയത് വലിച്ചു കീറി കളയാൻ, മാറ്റാനാണ്, പിടിച്ചെടുക്കാനാണ് സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനോട് നിർദ്ദേശിച്ചത്. 3-4 പ്രാവശ്യം പറയുന്നത് നമ്മളും കേട്ടു. എന്താണ്, ഞങ്ങൾ നിയമസഭാ സ്പീക്കറുടെ കസേര തള്ളി മറിച്ചിട്ടില്ല, ഞങ്ങൾ അവിടുത്തെ കമ്പ്യൂട്ടർ തള്ളി പൊളിച്ചിട്ടില്ല, അവിടുത്തെ മൈക്കെടുത്ത് ദൂരെ എറിഞ്ഞിട്ടില്ല, അവിടുത്തെ മേശകളിൽ മുണ്ടും മടക്കി കുത്തി മേശകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കയറുകയും ആക്രമണം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തിയത്. അതായത് 1ാം നിരയിൽ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ നിർത്തുക, 2ാം നിരയിൽ പുരുഷന്മാരായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡ് നിർത്തുക. ഞങ്ങളുടെ കൂടെ 2 വനിതാ MLA-മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വനിതാ MLA-മാരെ നേരിടാൻ എന്തിനാണ് മുൻവശത്ത് വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ഇത്രയധികം 10-40-50ഓളം വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അവിടെ നിർത്തിയെന്തിനാണ്? അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് മുദ്രാവാക്യവുമായി പോകുമ്പോൾ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരു ട്രാപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ഇതെല്ലാം വളരെ സംയമനത്തോടു കൂടി ഞങ്ങൾ നിന്നു. പ്രതിപക്ഷം വളരെ ആസൂത്രിതമായി ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് ഈ പ്രതിഷേധം കൊണ്ടുപോകുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. ഇപ്പോൾ P. രാജീവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുമ്പ് വന്നത്, അദ്ദേഹം പറയുന്നത് വിവിധ വകുപ്പുകളുടെ വിഷയങ്ങൾ ഓരോ ദിവസവുമായി അടിയന്തര പ്രമേയം തന്നെ കൊണ്ടുവരട്ടെ എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് മടുത്തു എന്നാണ്. അല്ല, അടിയന്തര പ്രമേയം, ഞങ്ങൾ ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ പോലും അവതരിപ്പിക്കാൻ പോലും അനുമതി നൽകിയില്ല. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ ആ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടത്? അപ്പോൾ അത് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാത്തവർ അതേ വിഷയത്തിൽ അടിയന്തര പ്രമേയം വീണ്ടും കൊണ്ടുവരാത്തത് എന്ത് എന്ന് ചോദിക്കുന്നത് ഒരു തരത്തിൽ പരിഹാസ്യമായിട്ടുള്ള ഒരു നിലപാട് മാത്രമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്രയും വലിയൊരു വിഷയം, ഇപ്പം തന്നെ മന്ത്രി പറഞ്ഞത്, ഒരു തരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ
ഇന്ന് ഇതുവരെയും കൊണ്ടുപോയി എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചു വയ്പ്പിക്കും. ഈ പൊന്നത്രയും കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്തുകൊണ്ട് നിന്നവരാണ് ഇനി അത് തിരിച്ചു വയ്പ്പിക്കാൻ നിൽക്കുന്നത്. ഇവരുടെ കാലത്തല്ലേ ഇതെല്ലാം പോയിട്ടുള്ളത്, ഇവരുടെ കാലത്തല്ലേ ഇത്രയും ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. ഈ നാട്ടിൽ എല്ലായിടത്തും കൊള്ളയടിച്ചിട്ട് പിന്നെ അമ്പലങ്ങൾ ഇപ്പോൾ കടന്നു കയറിയിരിക്കുകയാണ് ഈ തസ്കര സംഘം. ഈ തസ്കര സംഘത്തിനെതിരായിട്ട് ഞങ്ങൾ എല്ലാ വിധത്തിലുമുള്ള പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തും. അതിന് ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഞങ്ങളെ തളർത്താൻ കഴിയില്ല. ഞങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ പോകും. ഇന്ന് പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. നാളെ എല്ലാ പക്ഷേ ഒരു അന്വേഷണത്തിൽ ഇത് വെളിവാകണ്ടേ? ഇത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണ മോഷണം പോയി എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന കാര്യത്തിൽ പറയേണ്ടതില്ല. കാരണം സ്വർണ്ണ മോഷണം പോയിട്ടുണ്ട്. ആരെടുത്തു, എപ്പോഴെടുത്തു, ആർക്ക് കൊടുത്തു എന്ന കാര്യത്തിൽ മാത്രമേ ഇത് അറിയേണ്ടതുള്ളൂ. പക്ഷെ അതിലൊരു അന്വേഷണം നടക്കേണ്ടതില്ലേ? ഹൈക്കോടതി തന്നെ മേൽനോട്ടം നടത്തി ഒരു അന്വേഷണം നടത്തുന്നു. ജസ്റ്റിസ് നേരിട്ട് ഈ കണക്കെടുപ്പിനായി ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാനിരിക്കുന്നു. അതോടൊപ്പം അന്വേഷണ സംഘമാകട്ടെ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് FIR രജിസ്റ്റർ ചെയ്ത് ആ നടപടികളിലേക്ക് പോകാനിരിക്കുന്നു. ആ ഒരു അന്വേഷണം പൂർത്തിയാകണ്ടേ? അതിനുള്ള ഒരു സാവകാശം കൊടുക്കണ്ടേ? അതാണ് അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ തെളിവുകളെല്ലാം ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? ദേവസ്വം ബോർഡിൻ്റെയും മന്ത്രിയുടെയും നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെയും മന്ത്രിയുടെയും കയ്യിലാണ്. ആ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടും. ഒരു അന്വേഷണം നടക്കുമ്പോൾ ഈ കൃത്യങ്ങൾ നടത്തിയതിന് എല്ലാ ഒത്താശകളും ചെയ്തവർ അതേ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു അന്വേഷണമാണോ യഥാർത്ഥത്തിൽ സത്യം പുറത്തു കൊണ്ടുവരിക? അവർ രാജിവെക്കട്ടെ. രാജിവെച്ചിട്ട് ഇവരുടെ പങ്കില്ലെങ്കിൽ അവർക്ക് തിരിച്ചു കയറാമല്ലോ. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡും ഇതിലെ കുറ്റവാളികളായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അവരുടെ രാജിവെക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ CBI നടത്തണം എന്നുള്ളതുമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. വിൻസെന്റ്, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ CPIM നേതാവ് KS അരുൺകുമാർ കൂടി ചേരുകയാണ്. അരുൺകുമാർ, ഇന്ന് സഭയിൽ കണ്ടത് എനിക്ക് അവിടെ പോകണം. ഓക്കെ, വിൻസെന്റ്, ഈ ചർച്ച അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്പസമയം കഴിഞ്ഞാൽ ഇറങ്ങും എന്നുള്ള കാര്യം. അരുൺകുമാർ കൂടി ചേരുകയാണ്. അരുൺകുമാർ, ഇപ്പോൾ വിൻസെന്റ് പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ സസ്പെൻഷൻ നേരിട്ട് നടപടിക്ക് ശേഷം വന്ന് പ്രതികരിക്കുകയായിരുന്നു. ഈ വലിയ തരത്തിൽ ഈ സ്ത്രീകളായ വാച്ചൻ വാർഡിനെ മുന്നിൽ നിർത്തി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിക്കൂട്ടി തന്നെയായിരുന്നു ഇന്ന് സഭയിൽ ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം എന്നാണ് പറയുന്നത്. ഇവിടെ 2-3 ദിവസമായിട്ട് UDF MLA-മാരുടെ തോന്നിവാസമാണ് നമ്മൾ കാണുന്നത്. അടിയന്തര പ്രമേയമായിട്ട് ഒരു വിഷയം അവതരിപ്പിക്കാം, സബ്മിഷനായിട്ട് അവതരിപ്പിക്കാം, ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയത്തും ഏത് വിഷയവും നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതൊന്നും ചെയ്യാതെ 3 ദിവസം ചെയറിനെ അപമാനിച്ചുകൊണ്ട് സ്പീക്കറുടെ മുഖം നിറച്ച് ബാനർ പിടിച്ചുകൊണ്ട് ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച്, അതുപോലെ സഭയെ ഒന്നടക്കം പരിഹസിച്ചുകൊണ്ട്, അതുപോലെ പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ബെല്ല് പലതവണ അടിച്ചുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും UDF-ന്റെ MLA-മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. എന്താണ് ഇവിടെ ആവശ്യം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു മുൻ ന്യായാധിപൻ, ഏറ്റവും സീനിയർ മുൻ ന്യായാധിപൻ ഇപ്പോൾ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ADGP-യുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ SP ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ നിരവധി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പൊ മുരാരി ബാബു അടക്കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. സർവീസ് പൂർത്തിയാക്കിയ പല ഉദ്യോഗസ്ഥന്മാരെയും എന്ത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഗവൺമെന്റും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനം നിയമസഭയ്ക്കകത്തും പുറത്തും സൃഷ്ടിച്ചുകൊണ്ട് UDF അനാവശ്യ സമരത്തിലേക്ക് പോകുന്നത്. ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവർക്ക് വിശ്വാസമില്ലേ? ആ വിശ്വാസമില്ലെങ്കിൽ ആ കാര്യം പരസ്യമായിട്ട് ഹൈക്കോടതിയോട് പറയാം, അല്ലെങ്കിൽ പുറത്ത് പറയാം.
CBI എൻക്വയറി എന്നതാണ് ഇപ്പോൾ ഇവ പറയുന്നത്. ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് പ്രത്യേകിച്ച് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മുന്നോട്ട് പോകുമ്പോൾ പലരിലേക്കും ഇത് എത്തും എന്ന് ബോധ്യപ്പെടുകയും മുരാരി ബാബു അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഏകപക്ഷീയമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വിവാദങ്ങളുമായിട്ട് എത്ര പോയാലും ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെന്റ് നടത്തും. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തും. ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് നടത്തും. ദേവസ്വം ബോർഡ് നടത്തും. ഇതിൽ ഏതെങ്കിലും കുറ്റം ചെയ്ത ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. മാതൃകാപരമായിട്ട് തന്നെ അവരെ ശിക്ഷിക്കും. അവർ ഏതെങ്കിലും തരത്തിൽ കളവ് നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ കളവ് മുതൽ കണ്ടെത്തും. ഒരു തരത്തിലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ അനുവദിക്കുന്ന സാഹചര്യമില്ല. ഇത്തരത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ ആ വിഷയം പോലും നിയമസഭയിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ അധികം താമസിയാതെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അടിയന്തര പ്രമേയമായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാമായിരുന്നു. ഈ അടിയന്തര പ്രമേയം നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി ചോദിച്ചിരുന്നു. സ്പീക്കർ അത് നൽകിയില്ല എന്നാണ് UDF പറയുന്നത്. അല്ല, UDF അങ്ങനെ പലതും പറയും. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തപ്പോഴെല്ലാം UDF-ന്റെ അടിയന്തരമായിട്ട് അത് മാറുന്നതാണ് നാം കണ്ടത്. കുറച്ചു നാളായി വ്യാജ ആരോപണങ്ങളും കള്ളവാർത്തകളും നുണപ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം അധംപതിച്ചു പോകുന്ന കാഴ്ച നാം കാണുകയാണ്. അതുകൊണ്ട് ഇവർ അവതരിപ്പിച്ച അടിയന്തര പ്രമേയമെല്ലാം പ്രതിപക്ഷത്തിന്റെ അടിയന്തരം ശരിക്കും നിയമസഭയിൽ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ച ആക്ഷേപമോ പൊതുസമൂഹത്തിൽ ഒരു ദിവസത്തിലധികം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എത്ര ശക്തമായിട്ടാണ് ഭരണപക്ഷം അതിനെ നേരിട്ടത്, ജനങ്ങൾ അതിനെ നേരിട്ടത്, നമുക്കത് കൃത്യമായിട്ട് തന്നെ ബോധ്യമുണ്ട്. ഇപ്പൊ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഒരു വർഷം കഴിഞ്ഞ് ഹൈക്കോടതി വരെ വളരെ ശക്തമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോഴും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ഇതിലെ പുനരധിവാസത്തിന് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ശേഖരിച്ചിട്ട് സ്ഥലം പോയിട്ട് ഒരു കല്ല് പോലും ഇതിന്റെ പേരിൽ മേടിക്കാനോ ഇടാനോ കഴിയാത്ത തരത്തിലേക്ക് UDF അധംപതിച്ചു പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാകരുത്. അതുകൊണ്ട് അനാവശ്യ വിവാദങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം വേണം. കാരണം കൃത്യമായി 1999 സ്വർണം പൂശിയ ധാരപാലക പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെമ്പ് എന്ന് എഴുതാൻ കാരണം എന്താണ്? അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ കാരണം എന്താണ്? സ്വർണം പൂശാൻ 39 ദിവസം ആ വ്യക്തി കൈവശം വയ്ക്കാൻ കാരണം എന്താണ്? തിരിച്ചു കൊണ്ടുവന്ന് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ, സ്വർണം പൂശിയ പാളി റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ തൂക്കമെടുത്ത് അത് മഹസറിൽ രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള 3-4 ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. ഇത് ഉത്തരം കണ്ടെത്താനാണ് ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന മുൻ ന്യായാധിപനും അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ദേവസ്വം ബോർഡിന്റെ വിജിലൻസും എല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു. അരുൺകുമാർ, അത്തരം അന്വേഷണത്തിലേക്ക് വരണം. അതിലൊരു തർക്കമില്ല. താങ്കൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ചോദ്യങ്ങളായി ഉയരുന്നത്. പക്ഷേ ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകൾ, അവർക്കെതിരെ ആരോപണം ഉയരുക സ്വാഭാവികമല്ലേ? കാരണം ഇപ്പോഴും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ അന്വേഷണം നേരിടണം എന്ന് പറയുന്നതിലാണ് ചോദ്യം. അന്വേഷണം നേരിടുന്നത് ഇതിൽ കുറ്റം ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ്. അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും പരിശോധന നടത്തുന്നതും ഇടപെടൽ നടത്തുന്നതുമെല്ലാം. ആ ഹൈക്കോടതി തന്നെയാണ് കൃത്യമായിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നു. ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഹൈക്കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ UDF ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇന്ന രീതിയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമീപനം ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടാകുന്നില്ലല്ലോ. ഇത് രണ്ടും ഉണ്ടാകുന്നില്ല. തീർച്ചയായും അരുൺകുമാർ, ഒരു ചോദ്യം കൂടി, അത് വളരെ പ്രധാനപ്പെട്ട ഒറ്റ ചോദ്യം കൂടി. കാരണം ഇന്ന് ഈ സഭയിൽ കഴിഞ്ഞ 2 ദിവസവും കാണുന്നത് സഭയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആദ്യം മുഖ്യമന്ത്രി ഈ ഉയരക്കുറവിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി, അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. പിന്നീട് കടകംപള്ളി ആണത്തം എന്ന പരാമർശം നടത്തി, അദ്ദേഹം തന്നെ അത് പിൻവലിച്ചു. തൊട്ടു പിന്നാലെ ഇന്നിപ്പോ ചിത്തരഞ്ജനും പറയുന്നു ഭിന്നശേഷിക്കാരെ കുറിച്ച് ഒരു മോശമായ ഒരു പരാമർശം. ഇത് വാക്കുകൾ ഉപയോഗിക്കാം ആ അർത്ഥത്തിൽ വാഗ്വാദങ്ങൾക്കിടയിൽ, പക്ഷെ ഇതൊക്കെ മോശമായ ഒരു കീഴ്വഴക്കമായി മാറുന്നില്ലേ? അത് തന്നെയല്ലേ ഒരു പ്രകോപനമായി? അത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാൻ ഭരണപക്ഷവും ഉപയോഗിക്കുന്നില്ല ഇത്തരം വാചകങ്ങൾ? അല്ല, ഇവിടെ
ഏറ്റവും മോശം വാക്കുകൾ പ്രയോഗിക്കുന്നതും മോശമായ രീതിയിൽ സമരം നടത്തുന്നതും അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള നെറുകേടിന് നേതൃത്വം കൊടുക്കുന്നത് UDF തന്നെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു 3 ആഴ്ച മുമ്പ് ഇതേ UDFന്റെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് UDFന്റെ MLA മാർ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഒന്നുകിൽ കേരളത്തിന്റെ പോലീസ് നയം തിരുത്തൽ വരുത്തണം, അല്ലെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം. ഈ 2 കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ ഈ നിയമസഭയുടെ കവാടത്തിൽ UDFന്റെ ഇന്നന്നെ MLA മാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നു പറഞ്ഞു. ഒരൊറ്റ ദിവസമാണ് ഇരുന്നത്. ഈ ഒറ്റ ദിവസമാണോ ഈ അനിശ്ചിതകാലം എന്ന് പറയുന്നത്? ആ MLA മാർ എവിടെ പോയി? എന്തുകൊണ്ടാണ് UDF ആ സമരം അവസാനിപ്പിച്ചത്? ഒന്നെങ്കിൽ കേരളത്തിന്റെ പോലീസ് നയം LDF തിരുത്തണം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ്. അരുൺകുമാർ, ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതായത് ഈ മോശം പരാമർശം തെറ്റാണോ എന്നതിൽ ഒരു ഉത്തരം കിട്ടിയില്ല. ഈ പറഞ്ഞ പരാമർശങ്ങളൊക്കെ തെറ്റാണോ, അത് പാടില്ലാത്തതാണോ, പിൻവലിക്കേണ്ടതാണോ? അല്ല, ഇതൊക്കെ മോശം പരാമർശം കേരളത്തിന്റെ നിയമസഭയിൽ നടത്തുന്നത് UDF ആണ്. ഇപ്പോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി അടക്കം കോവിഡ് റാണി എന്നടക്കം എത്രയോ വാക്കുകൾ ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഉപയോഗിച്ച് ഞാനങ്ങ് പറഞ്ഞുതരാം. വാദത്തിന്റെ സമയത്തും അല്ലെങ്കിൽ സംസാരത്തിന്റെ സമയത്തും എല്ലാം കൊളോക്കിയലായിട്ടുള്ള എന്തെങ്കിലും ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച ചരിത്രം UDFന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF വീണ്ടും വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കുന്നതും ഇനി വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോകുന്നതും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് അതിന് പറ്റുന്ന നിയമനിർമ്മാണവും ചർച്ചയും ഇടപെടലുമായിട്ട് നിയമസഭാ സമ്മേളനങ്ങളെ ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഒന്നും പറയാനില്ലാത്ത പ്രതിപക്ഷം എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി അധംപതിച്ച് സമര കോലാഹലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് അവർ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടാകുന്നത്. അതായത് പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന മുഴുവൻ ഒരു സുവർണാവസരം ഉപയോഗിക്കലാണ്. തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിലൂടെയോ സബ്മിഷനിലൂടെയോ അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കലിലൂടെയോ അല്ലെങ്കിൽ ചോദ്യോത്തര വേളയിലോ ഈ വിഷയങ്ങൾ ഏറ്റവും ഗൗരവമായി ഉന്നയിക്കുവാനും ആ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുവാനും അവരുടെ MLA മാർക്കടക്കം ചർച്ചയിൽ പങ്കെടുക്കുവാനും ഭരണപക്ഷത്തിന് മറുപടി പറയുവാനും ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ തോത് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുവാനും അതിലൂടെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമെല്ലാം എന്താണോ ആരോപണം, ആ ആരോപണത്തിന്റെ പുറത്ത് എന്താണ് അന്വേഷണം, ആ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയത്, അതുകൊണ്ട് ഇവിടെ കള്ളത്തരം ചെയ്തവരെ ഇപ്പോൾ ഏത് തരത്തിലാണ് ശിക്ഷിക്കാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് അറിയുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരം നിഷേധിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാൻ ധൈര്യമില്ലാതെ ആ സ്പീക്കറെ തടസ്സപ്പെടുത്താനും അതുപോലെ ചീഫ് മാർഷലിനെ ആക്രമിക്കാനും അവരെ തല്ലി വീഴ്ത്താനും അവരുടെ കൈയൊടിക്കാനും അത്തരത്തിൽ അക്രമവുമായിട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ അത്തരത്തിലുള്ള പ്രതിപക്ഷത്തെ ശക്തമായിട്ട് നേരിടും. ശരി, KS അരുൺകുമാർ പ്രതികരിച്ചതിന്. എന്തായാലും ജനങ്ങളുടെ പ്രതിനിധികളാണ് നിയമസഭയിൽ, അതുകൊണ്ട് തന്നെ ജനകീയ പ്രതിഷേധം നിയമസഭയിലും അലയടിക്കുക സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ വാക്കുകൾ കൊണ്ടും ഡാറ്റകൾ ചൂണ്ടിക്കാട്ടിയും ഏറ്റുമുട്ടുന്നതിന് പകരം അത് കയ്യാങ്കളിയിലേക്കും മർദ്ദനത്തിലേക്കും എത്തുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ശബരിമലയിൽ കള്ളൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആരാണ് കള്ളന് കഞ്ഞിവെച്ചത് എന്നത് അറിയണമെന്നത് ഓരോ മലയാളിയുടെയും ആവശ്യവുമാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമോ എന്ന് നോക്കാം. എന്തായാലും പ്രതിപക്ഷാംഗങ്ങളുടെ സസ്പെൻഷനിൽ നാളെയും സഭയിൽ തനിയാവർത്തനമാകുമെന്ന് ഉറപ്പാണ്.